2023 വളരെയധികം ഓപ്പർച്യൂണിറ്റീസും കുറേയധികം ചലഞ്ചസ് നിറഞ്ഞതായിരുന്നു ഗിഗ് ബോസിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമലി നമ്മൾ പി സി ബിൽഡോ അല്ലെങ്കിൽ ടിപ്സോ ഇതൊന്നും അല്ല നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ഒരു ജേണി 2023 ഒരു ടോട്ടൽ ജേണി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ, അത് പല പി സി ലോഞ്ചസിലും അതേപോലെ തന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഒരു ഇനാഗ്രേഷനും അതേപോലെ തന്നെ നമ്മുടെ ഗിഗ് ബോസ് എന്നുള്ള ഒരു വളരെ ചെറിയൊരു ടെക് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഷോപ്പ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലുള്ള ഒരു ഗ്രോത്തും അങ്ങനെ കുറേ മെമ്മറീസ് നമുക്ക് 2023 ഷെയർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു വീഡിയോ നമ്മുടെ ഗിഗ് ബോസിൻ്റെ വളരെയധികം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടി മാത്രമാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആൻഡ് യു വാച്ചിങ് geekboz TV. ഗൈസ്, 2023 ജാനുവരി തൊട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. 2023 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നില്ല, ഒരുപക്ഷെ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പല ആൾക്കാരും ഓൺലൈനിലും ഓഫ്ലൈൻ സ്റ്റോഴ്സുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങളുടെ ഒരു ഫുട്ഫോൾസിനെയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയും വളരെയധികം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും, നിങ്ങൾക്കറിയാം, ഒരു മലയാളി എന്ന നിലയ്ക്ക് പല ആൾക്കാരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഒരു എന്താ പറയുക, നല്ലൊരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളികൾ ആദ്യം ഓഫർ തേടി പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിലും ഡെഫിനറ്റ്ലി ഇതേ കാര്യം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അങ്ങനത്തെ ഒരു പീരീഡ് ഓഫ് ഒരു വളരെയധികം സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് എന്താ പറയുക അഡ്വേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. പക്ഷേ അന്നും ഗിഗ് ബോസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രൈസ് ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിൻ്റെ കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുകയോ എന്നുള്ളതല്ല. നമ്മുടെ പോളിസീസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഒരു രീതിയിലും എന്താ പറയുക ഓഫറോ അല്ലെങ്കിൽ എന്താ പറയുക വിശ്വസിക്കാൻ പാടുള്ള ഓഫേഴ്സും കോംബോ ഡീൽസുകളോ ഒന്നും നമ്മൾ കൊടുക്കാതെ തന്നെ ഞങ്ങൾ ഈ ഒരു ചലഞ്ച് ഫേസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മുടെ പോളിസീസ് നിങ്ങൾക്കറിയാം, ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ഇത്രയും വർഷമായിട്ട് 6 വർഷമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അത് ഗിഗ് ബോസിന് പറ്റുന്നത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പെക്റ്റും ഈ ഒരു സപ്പോർട്ടും ഗിഗ് ബോസിൽ കിട്ടുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ 2023 തുടക്കം നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫേസിങ് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ സെയിൽസിൻ്റെ ടേൺ ഓവർ കുറയുകയും അതേപോലെ തന്നെ വലിയധികം ബിൽഡുകൾ അത് ബാധിക്കുകയും പല ബിൽഡുകളും റീഫണ്ട് പോലും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ വി മാനേജ് ടു മൂവ് അഹെഡ് വിത്ത് ദിസ്. അങ്ങനെ നമ്മുടെ ടീമിൽ തന്നെ പല ആൾക്കാരും ഇതുപോലെ വിട്ടുപോയി, പല ആൾക്കാരും പുതുതായിട്ട് ജോയിൻ ചെയ്തു. ഇതെല്ലാം 2023 തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈഗിളിൻ്റെ ഒരു കോൾ വരുന്നത്. ഈഗിൾ ഗെയിമിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. അപ്പോൾ ഗെയിമർ പ്ലസ് സ്ട്രീമറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എൻട്രി വരുന്നത് ആ ഒരു മാർച്ച് സമയത്തൊക്കെയാണ്. ഗിഗ് ബോസിൽ അങ്ങനെ പുള്ളി ദുബായ് ഇരുന്നപ്പോൾ അങ്ങനെ ഒരു കോൾ ചെയ്തു, ഇതുപോലെ പി സി ബിൽഡ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നപ്പോൾ വി വെർ റിയലി ഹാപ്പി. കാരണം ഒരു ടൈമിൽ ഇപ്പോൾ പി സി ബിൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ വളരെയധികം കൺസ്ട്രെയിൻഡ് ആയിട്ടിരുന്ന സമയത്താണ് പുള്ളിയുടെ ഒരു എൻട്രി വരിക. അങ്ങനെ ആ ഒരു പി സി ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ ഒരു 2-3 മാസം എടുത്തു. കാരണം പുള്ളിയുടെ ഒരു അവൈലബിലിറ്റിയും കൂടെ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു, പി സി അങ്ങനെ ഡെലിവറി ചെയ്തു. ആ ഒരു ഡെലിവറി അങ്ങനെയാണ് ഗിഗ് ബോസിൽ നമ്മൾ പി സി ലോഞ്ച് എന്നുള്ളൊരു കാറ്റഗറി കൊണ്ടുവരുന്നത് തന്നെ. അതുവരെ പി സി ലോഞ്ച് എന്ന് പറയുന്നത് ഓക്കെ, ഒരു പി സി ലോഞ്ച് ചെയ്തു, അവിടെ ആ ഒരു ലെവലിലായിരുന്നു നിന്നത്. അതിനുശേഷം നമ്മൾ അങ്ങനെ പി സി ലോഞ്ചസിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈഗിളിൻ്റെ പി സി ആണ് ആദ്യം ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. എറൗണ്ട് ഒരു 5-5.5 ലക്ഷം രൂപയോളം വില വരുന്ന ഇത് കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് ഓഫ് 7950X 3D ആണ് ആ ഒരു ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ചത്. അതും ഈഗിളിൻ്റെ നമ്മൾ വീട്ടിൽ പോയി അവിടെ നിന്നായിരുന്നു ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. എറൗണ്ട് ഒരു 1 lakhന് മുകളിൽ വ്യൂസ് വന്നൊരു വീഡിയോ ആണ് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ആ ഒരു പി സിയുടെ റിവ്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് പി സി നമുക്ക് വരുന്നത്, എൻക്വയറി അല്ലെങ്കിൽ കോൾ വരുന്നത് ഫോർച്യുനേറ്റ്ലി, കാരണം നമ്മൾ ഈ ഒരു പി സി കൊടുത്തല്ലോ, അപ്പോൾ ലോഞ്ച് ചെയ്തല്ലോ, അങ്ങനെയാണ് കാസ്ട്രോ നമ്മളെ വിളിക്കുന്നത്. അത് എൻ ഗെയിംസ് YT നമ്മുടെ നന്ദു ഉണ്ട്, നന്ദുവിനെ വെച്ചിട്ട് അങ്ങനെ കാസ്ട്രോ വിളിച്ചു. അങ്ങനെ കാസ്ട്രോയുടെ പി സി ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അതൊരു KVയുടെ മീറ്റപ്പായിട്ട് വളരെ ഗ്രാൻഡായിട്ട് തന്നെ KVയുടെ ഫുൾ ടീമും ഗിഗ് ബോസ് ട്രിവാൻഡ്രം ഓഫീസിൽ വന്ന് അതൊരു വലിയൊരു എന്താ പറയുക ഒരു കാറ് BMW ഇറക്കിയപ്പോൾ പോലും പുള്ളി അത്രമാത്രം ഇൻവോൾവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ കാർ ഇറക്കിയപ്പോൾ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും വെച്ചായിരുന്നു ആ കാറ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഗിഗ് ബോസിൽ നിന്ന് ആ പി
സി ലോഞ്ച് ചെയ്തപ്പോൾ KVയുടെ ഫുൾ മെമ്പേഴ്സും ടീം മെമ്പേഴ്സും അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, പലരും ഈ ഓരോ പരിപാടിക്കും ഇൻവോൾവ് വരാതെ ഇരുന്നപ്പോൾ തന്നെ ഈ ഒരു പരിപാടിക്ക് എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫാൻസും കുറേ പേര് KVയുടെ ഒരു മീറ്റപ്പ് പോലെയായിരുന്നു അന്നത്തെ ആ ഒരു ഇവന്റ് നടന്നത്. അത് കഴിഞ്ഞ് KVയുടെ അല്ലെങ്കിൽ കാസ്ട്രോയുടെ PC ലോഞ്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ബ്ലൈൻഡ് ജോക്കർ ശരത് ബ്രോ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ശരത് ബ്രോന്റെ PCയും ഇതേപോലെ ബിൽഡ് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതും ഒരു ലോഞ്ച് പോലെ തന്നെയായിരുന്നു ചെയ്തത് കേട്ടോ. അതിനിടയിൽ തന്നെ കുറേ ബിൽഡുകൾ, അത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല, പല സാധാരണ കസ്റ്റമേഴ്സും ഇതേ റേഞ്ചിലുള്ള PCസും ബിൽഡ് ചെയ്ത് തുടങ്ങിയത് ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ ആയിരുന്നു. അത് വലിയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊണ്ടുവരികയും ഞങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സാധിപ്പിക്കുകയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആ ഒരു ലെവലിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബിൽഡുകളിലൂടെ നമുക്ക് സാധിച്ചു. പിന്നെ ഓർക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ ബ്ലൈൻഡ് സൈക്കോ, അതായത് സൈക്കോപാന്ത് എന്ന് പറയുന്ന നമ്മുടെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സ്ട്രീമറാണ്. അപ്പോൾ പുള്ളി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും അങ്ങനെ പുള്ളിയുടെ PC ബിൽഡ് നമ്മൾ ചെയ്യുന്നതും ആ ഒരു ടൈമിനിടയിലായിരുന്നു. അതും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ആ PC ഡെലിവറി ചെയ്യുകയും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡെലിവറി, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിലും കിട്ടി. അതുകൂടാതെ ഈ ഒരു വർഷം 2023 നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റ്, നമ്മുടെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള GTA കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഗെയിം തെറാപ്പിസ്റ്റ്. അപ്പോൾ ഗെയിം തെറാപ്പിസ്റ്റിന്റെ PC നമുക്ക് ഇവിടെ വെച്ച് ഡെലിവറി ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും പറ്റി. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതേപോലെ തന്നെ സായിപ്പ് എന്ന് പറയുന്ന BGMA കളിക്കുന്ന ഒരു വളരെ എന്താ പറയുക ടാലന്റഡ് ആയിട്ടുള്ള സ്ട്രീമറാണ്. അപ്പോൾ സായി പോപ്പിയുടെ PC ഞങ്ങൾ 2023 തന്നെയാണ് ഡെലിവറി ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് കുറേ കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പല സ്ട്രീമേഴ്സ് ഇൻ ബിറ്റ്വീൻ വന്നു. അതിൽ വെജീറ്റ മൈറോൺ പറയുന്ന പുള്ളിക്കാരനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഗെയിമേഴ്സും സ്ട്രീമേഴ്സും ഒക്കെ നമ്മുടെ ഇന്ന് ആ ഒരു ഇൻ ബിറ്റ്വീൻ ഈഗിളിൻ്റെയും ഈ പറഞ്ഞ സൈക്കോയുടെയൊക്കെ ആ ഒരു PC ലോഞ്ചിൻ ഇൻ ബിറ്റ്വീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഹയർ എൻഡ് ബിൽഡുകൾ മാത്രം, അങ്ങനെ നമ്മുടെ ബിൽഡുകൾ കൂടി ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് കുറച്ചും കൂടെ ഡെവലപ്പായി. അങ്ങനെ ഗീക്ക് ബോസിൻ്റെ ടീം മെമ്പേഴ്സിൽ ഒരാൾക്ക് ഇതുപോലെ ബിൽഡിൻ്റെതായ എണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗീക്ക് ബോസ് GPT ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ആ ഒരു ഗീക്ക് ബോസ് GPT ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കുറേ സ്റ്റുഡൻസിനെ കിട്ടി. അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഗീക്ക് ബോസിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ഇരിക്കെ തന്നെ GPT ക്ലാസ് ഒക്കെ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് നമ്മളൊരു കൊലാബറേറ്റീവ് സ്പേസ് ആയിരുന്നു 2022 ചെയ്തിരുന്നത്. അതായത് ഒരു വർഷത്തോളമായിട്ട് കൊലാബറേറ്റീവ് സ്പേസ് ആയിരുന്നു. അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ട് മാത്രമായിട്ട് റെന്റഡ് സ്പേസിലായിരുന്നു നമ്മൾ ഗീക്ക് ബോസ് കൊച്ചിൻ റൺ ചെയ്തത്. അവിടെ വളരെ ലിമിറ്റഡ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, റിസോഴ്സസ് വളരെ കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് കോംട്രി എന്ന് പറയുന്ന സ്ഥാപനമാണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് 1 ഇയർ ആയിട്ട്. അതിൽ വളരെയധികം നമുക്ക് അവരുടെ ഒരു താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു കടപ്പാടുണ്ട്. നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 1 ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറേ കൂടെ സ്പേസ് വേണമെന്നും കുറേ കൂടെ ടീം മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് സ്ഥലത്തിൻ്റെതായ ലിമിറ്റേഷൻസ് കാരണം ഗീക്ക് ബോസ് നമ്മൾ എടപ്പള്ളി സ്റ്റോറിൽ നിന്ന്, സിഗ്നൽ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്ന് ഞങ്ങളുടേതായ ഒരു സ്പേസിലോട്ട് ഞങ്ങൾ മാറി. അത് 2023 സെപ്റ്റംബർ 25 6ാമത്തെ വർഷ ആനിവേഴ്സറിയുടെ പീരീഡാണ്. ആ ഒരു 6ാമത്തെ ആനിവേഴ്സറിയിൽ നമ്മുടെ FFKYCയിൽ ഫോക്കസ് മൈം, അതേപോലെ തന്നെ ബൂട്ട് ക്യാമ്പ് ബോയ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഒരു PC ലോഞ്ചോടുകൂടിയാണ് നമുക്കത് ഓർക്കാൻ പറ്റുന്നത്. ആ ഒരു PC ലോഞ്ചും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറും അതേപോലെ കോണ്ടന്റ് ക്രിയേറ്ററും ആയിട്ടുള്ള ഹനാൻ ഷായുടെ ബ്രദറിന് വേണ്ടി, ഹനാൻ ഷാ ഡയറക്ട്ലി വന്ന് പുള്ളിക്കാരൻ മലപ്പുറത്ത് നിന്ന് വന്ന് PC ഡെലിവറി എടുത്തിരുന്നു. അത് പുള്ളിക്കാരൻ്റെ അനിയനായ സ്റ്റീലിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് നമ്മുടെ ആനിവേഴ്സറി സമയത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയതും വളരെയധികം ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ആ സമയത്ത് ഈഗിളും അതേപോലെ തന്നെ അൺബോക്സിംഗ് ഡ്യൂഡും എല്ലാ ആൾക്കാരും, മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കും, നമ്മൾ ഓർത്ത് പറയേണ്ട കുറേ നെയിമുകളുണ്ട്. അതേപോലെ തന്നെ ബൂട്ട് ക്യാമ്പ് ബോയ്സിലെ എല്ലാ ടീം മെമ്പേഴ്സും, ഹിപ്സ്റ്റർ ഗെയിമിംഗ്, കൊമ്പൻ, പ്രോക്കള്ളൻ, വാസ്കോ, അങ്ങനെ AK ടോപ്പ്, എഡ്വിൻ BCB, അങ്ങനെ എല്ലാവരും നമ്മുടെ ആ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്തു. വളരെയധികം എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് അവിടെ ചെറിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴാണ് പല അല്ലാത്ത കുറേ
ഫീമെയിൽ സ്ട്രീമേഴ്സ് നമ്മളിലോട്ട് എത്തുന്നതും പി സി ബിൽഡ് ചെയ്യാനായിട്ട് ഇത് വരുന്നതും എൻക്വയറീസ് ഒക്കെ വരുന്നതും അങ്ങനെ ഈ ഒരു ഇയർ നമ്മൾ അതേപോലെ കുറേ എൻക്വയറീസ് കുറേ ബിൽഡുകളെല്ലാം നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഗീക്ക് ബോസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ട്രിവാൻഡ്രത്ത് ചെറിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു നേരത്തെ. അതും എഗെയിൻ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. അത് നമുക്ക് HQ പോലെ ഡെവലപ്പ് ചെയ്യാനും ഗീക്ക് ബോസിൻ്റെ ഓഫീസ് നെയിമുകൾ പ്രൈവറ്റ് ലിമിറ്റഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനും ഞങ്ങൾക്ക് ഈ ഒരു 2023 കൊണ്ട് പറ്റിയായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗീക്ക് ബോസിൽ നമുക്ക് എക്സ്പീരിയൻസ് സോൺസ് ആയിട്ട് പണ്ട് ടെക് സ്റ്റോർ ആയിരുന്നു, ഇപ്പോൾ ഗീക്ക് ബോസ് ട്രിവാൻഡ്രം എക്സ്പീരിയൻസ് സോണും ഗീക്ക് ബോസ് കൊച്ചിൻ എക്സ്പീരിയൻസ് സോണും നമുക്ക് എന്താ പറയുക ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. അതും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എഗെയിൻ. കാരണം കസ്റ്റമേഴ്സിൽ പല ആൾക്കാർക്കും ഈ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ലാക്ക് ഈ പറഞ്ഞ 2022 നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഞാൻ ആദ്യമേ തുടക്കം പറഞ്ഞതുപോലെ ചലഞ്ചസ് നിറഞ്ഞതായിരുന്നു, വളരെയധികം ചലഞ്ചസ് നിറഞ്ഞൊരു ഇയർ ആയിരുന്നു 2022. ആ ഒരു ഇയറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിച്ചത് നിങ്ങൾ ഓരോ ആൾക്കാരുമാണ്, നിങ്ങളുടെ റെസ്പെക്റ്റും നിങ്ങളുടെ ബിലീവുമാണ്. ആ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ ഉള്ളിടത്തോളം കാലം ഗീക്ക് ബോസ് ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഡെഫിനറ്റ്ലി ഞാൻ എന്താ പറയുക ഫോർസീ ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം എത്തിച്ചേർന്നതാണ് ഇന്നത്തെ ഈ കാണുന്ന ഗീക്ക് ബോസും ഈ പറയുന്ന അറ്റ്മോസ്ഫിയറും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അതിനിടയിൽ നമ്മുടെ FFKYC ഇവൻറ്റ് ഏറ്റവും അവസാനമായിട്ട് വന്നതാണ് സെബ്രോണിക്സും FFKYC ഇവൻറ്റും. സെബ്രോണിക്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗീക്ക് ബോസിന് തന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചുകൊണ്ട് തന്നെ ഗീക്ക് ബോസ് FFKYC ഇവൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കൂടെ പാർട്ടാവാനായിട്ട് പറ്റി. അതിൽ ഫോക്കസ് മൈ മിക്കയിടത്തും എല്ലായിടത്തും ഒരു നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ആ ഒരു ഇവൻറ്റ് നമുക്ക് നിയർലി വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഗീക്ക് ബോസിൻ്റെ ഒരു വർഷത്തിൽ ഒരു ഇവൻ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആ ഒരു ഇവൻ്റ് അതായിരുന്നു. അങ്ങനെ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞു. അങ്ങനെ പല ബ്രാൻഡുകൾ കൊലാബറേഷൻസ് ഗീക്ക് ബോസുമായിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. ഒരു സമയത്ത് ഇങ്ങോട്ട് അതല്ല നിങ്ങൾക്കറിയാം പല ബ്രാൻഡുകളും ഒരു ചെറിയൊരു സ്ഥാപനം അല്ലെ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് നിസാരപ്പെടുത്തി കളഞ്ഞ ഞങ്ങളോട് പല ബ്രാൻഡുകളും പല സ്ഥാപനങ്ങളും പല ആൾക്കാരും നമ്മളെ അവരെ വേണ്ട, അവരെ ആവശ്യമില്ല, അവർ ചെറുതല്ലേ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അങ്ങനെ ബെൻക്യൂൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ മീറ്റിന് പോകാൻ പറ്റി. അതേപോലെ തന്നെ സെബ്രോണിക്സിൻ്റെ കുറേ ഇവൻറ്റ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കുറേ എലമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് 2024 നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു ഇവൻറ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അവാർഡ്സുകൾ, കുറേ റെക്കഗ്നിഷൻസ് ഇതെല്ലാം ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതെല്ലാം നിങ്ങളുടെയും വിത്ത് ഗോഡ്സ് ഗ്രേസ് നമുക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി നമ്മുടെ എക്സ്പീരിയൻസ് സോണിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ്, ഗിവ് അവേസ്, കോൺടെസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് 2023 നടത്താൻ പറ്റി. അതേപോലെ തന്നെ ഇനി 2024 കുറേ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ വാക്കാൽ പറയുന്നതിലല്ല പ്രവൃത്തിയാൽ കാണിക്കുന്ന കാര്യത്തിലാണ് ഗീക്ക് ബോസ് അന്നും 2017 തുടങ്ങിയത് തൊട്ട് 2023 വരെ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കാരണമല്ല, ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കാരണം ബാക്ക് ഔട്ട് ചെയ്ത കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരിപാടിയിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ വന്ന് ഫേസ് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ചലഞ്ചസ് ഉള്ളതും ഉണ്ടായിരുന്നു. എന്നാലും നമ്മളത് 2023 കവർ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. 2024 പുതിയ ലോഞ്ചസും പുതിയ കോൺടെസ്റ്റും പുതിയ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സും പുതിയ ടീം മെമ്പേഴ്സും ആയിട്ട് പല കാര്യങ്ങളും ഗീക്ക് ബോസിൽ 2024 ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വി ആർ സൈനിങ് ഓഫ് ഫ്രം 2023. ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മളെ റെസ്പെക്ട് ചെയ്ത എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് 2024 എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഇയർ ആയിട്ട് മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ ആൻഡ് പ്രശാന്ത് ആവി signing off.